പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിശാഖ ഷഷ്ടി എന്ന കൃതിയിലെ 20ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മാർത്താണ്ഡ ഷഡ്കമൊടെതിർത്താഭ നിൽക്കിലവയാർത്താഭവിക്കുമളവേ ചേർത്ത മഹാബളനി കാർത്യായനീ തനയ കാർത്തസ്വരാഭമകുടം മാർത്താണ്ഡപുത്രനുടെ കൂർത്തായ സായകമെതിർത്തായി വരുന്ന സമയേ മാർത്താഴ വെച്ചുടനമർത്താർത്തി തീർപ്പതിനു കാൽത്താമരയ്ക്കു നമനം. മാർത്താണ്ഡ ഷഡ്കമൊടെതിർത്താഭ നിൽക്കിലവയാർത്താഭവിക്കുമളവേ ചേർത്ത മഹാബളനി കാർത്യായനീ തനയ കാർത്തസ്വരാഭമകുടം മാർത്താണ്ഡപുത്രനുടെ കൂർത്തായ സായകമെതിർത്തായി വരുന്ന സമയേ മാർത്താഴ വെച്ചുടനമർത്താർത്തി തീർപ്പതിനു കാൽത്താമരയ്ക്കു നമനം. ഇതാണ് ശ്ലോകം. മാർത്താണ്ഡ ഷഡ്കമൊട് 6 സൂര്യന്മാരോട് എതിർത്ത് മത്സരിച്ച് ആഭ നിൽക്കിൽ പ്രകാശം നിൽക്കുകയാണെങ്കിൽ പ്രകാശിക്കുകയാണെങ്കിൽ അവ ആ 6 സൂര്യന്മാരും ആർത്താഭവിക്കും അളവേ ആർത്തരായി ഭവിക്കത്തക്ക വിധത്തിൽ ആ പളനി കാർത്യായനീ തനയ കാർത്ത സ്വരാഭമകുടം ചേർത്തു. ആ പളനിമലയിൽ മഹാപളനിയിൽ വസിക്കുന്ന പാർവതീപുത്രൻ്റെ സ്വർണാഭയുള്ള കിരീടം ചേർത്ത് വയ്ക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് ആ കിരീടത്തെ ഭാവന ചെയ്തിരിക്കുന്നത്. മാർത്താണ്ഡപുത്രൻ എന്ന് പറയുന്നത് യമദേവനാണ്. മാർത്താണ്ഡൻ സൂര്യനാണ്. മാർത്താണ്ഡൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം മൃതമായ ബ്രഹ്മാണ്ടത്തെ ജീവിപ്പിക്കുന്നവൻ അഥവാ മൃതമായിരിക്കുന്ന അണ്ഡത്തിൽ നിന്ന് ഉത്ഭവിച്ചവൻ എന്നാണ് മാർത്താണ്ഡൻ. നമ്മൾ പ്രാപഞ്ചീയ സൂര്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും പ്രകാശിപ്പിക്കുകയും ഉജ്ജീവിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സൂര്യനാണെന്ന് മനസ്സിലാക്കാവുന്നത്. അത് അഗ്നി തത്വത്തിൽ നിന്നുമാണ് ഈ പ്രപഞ്ചം നിലനിന്ന് പോരുന്നത്. അപ്പം അങ്ങനെയുള്ള സൂര്യൻ്റെ പുത്രനായ യമൻ്റെ കൂർത്തായ സായകം, കൂർത്തുമൂർത്ത അസ്ത്രം, അത് മരണാസ്ത്രമായിട്ടാണ് ഭാവന ചെയ്തിരിക്കുന്നത്. ആ അസ്ത്രം എതിർത്തായി വരുന്ന സമയേ എന്നാണ്. എതിർത്തായി വരുന്ന സമയേ, എതിർത്തായി വരിക എന്ന് പറയാൻ നേർക്ക് നേരെ ആക്രമണത്തിനു വേണ്ടി എന്ന പോലെ വരുന്ന സമയത്ത് മാർത്താഴ വെച്ചുടൻ അമർത്ത്, ഉടൻ തന്നെ നെഞ്ച് തറയിൽ അമർത്തി കാൽത്താമരയ്ക്കു നമനം. സുബ്രഹ്മണ്യൻ്റെ കാൽത്താമരയിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നത്. അപ്പോൾ ഈ നെഞ്ച് തറയിൽ അമർത്തി നമസ്കരിക്കുന്നതിനെയാണ് സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത്, അതായത് യമൻ്റെ മരണാസ്ത്രം പാഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ സുബ്രഹ്മണ്യൻ്റെ കാൽത്താമരയിൽ സാഷ്ടാംഗ നമസ്കാരം നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. പാർവതീതനയനായ സുബ്രഹ്മണ്യൻ്റെ 6 തലകളിൽ അണിഞ്ഞിരിക്കുന്ന സുവർണ കിരീടനിരയുടെ ശോഭ ഉദിച്ചു
ഉദിച്ചുയരുന്ന 6 സൂര്യന്മാരുടെ കിരണശോഭയോട് താരതമ്യം ചെയ്താൽ സൂര്യന്മാർക്ക് അവരുടെ ശോഭ എത്ര നിസ്സാരമാണെന്ന് കണ്ട് ദുഃഖമുണ്ടാകും. യമൻ്റെ കൂർത്തുമൂർത്ത മരണാസ്ത്രം നേരെ പാഞ്ഞു വരുന്ന സമയത്ത് ആ ദുഃഖത്തിന് ശാന്തി ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ എൻ്റെ നെഞ്ച് തറയിൽ അമർത്തിക്കിടന്ന് കാർത്തികേയൻ്റെ കാൽത്താമരയിൽ സാഷ്ടാംഗം പ്രണമിക്കും. ഈ കൃതിയിലെ ഇത് മുതൽ 36 വരെ, അതായത് 20ാമത്തെ ശ്ലോകം മുതൽ 36ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗത്ത് സുബ്രഹ്മണ്യൻ്റെ കേശാദിപാത വർണ്ണനയിലൂടെയുള്ള ധ്യാന സാക്ഷാത്കാര മാതൃകയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കിരീട വർണ്ണനയോടുകൂടിയാണ് ഈ ധ്യാന മാതൃകയ്ക്ക് സമാരംഭം കുറിച്ചിരിക്കുന്നത്. ഷൺമുഖൻ്റെ 6 ശിരസ്സുകളെ അലങ്കരിക്കുന്ന കിരീടങ്ങൾക്ക് 6 സൂര്യന്മാരുടെ ശോഭയെ വെല്ലുന്ന ശോഭയുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഉപമയാണ്. അർക്കബിംബമൊരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട ജടക്കിടക്കരവങ്ങളമ്പിളി തുമ്പയും എന്ന് ഇതേ ഉപമ ഷൺമുഖ സ്തോത്രത്തിലും ഗുരു നടത്തിയിട്ടുണ്ട്. ചക്രവർത്തിമാരാണ് കിരീടം ധരിക്കാനുള്ള അധികാരികൾ. അറുമുഖനായ സുബ്രഹ്മണ്യൻ വിശ്വത്തെ 6 ദിക്കുകൾക്കുള്ളിലാക്കി വിരാജിക്കുന്ന ജ്ഞാനസമ്രാട്ടാണ്. 4 പ്രധാന ദിക്കുകളും ഊർധ്വദിക്കും അധോദിക്കും യോജിപ്പിച്ചാൽ വിശ്വം മുഴുവനും ആ 6 ദിക്കുകളുടെ പരിധിക്കുള്ളിൽ വരും. പ്രധാന ദിക്കുകൾ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഇവയാണ്. ഊർധ്വദിക്ക് എന്ന് പറയുന്നത് ശിരസ്സിന് മുകളിലുള്ള ദിക്കാണ്. അധോദിക്ക് എന്ന് പറയുന്നത് നമ്മൾ പാദമൂന്നി നിൽക്കുന്ന പ്രതലവും അതിന് താഴെയുള്ള സർവ വസ്തുക്കളും അടങ്ങുന്ന ദിക്കാണ്. അപ്പം അങ്ങനെ ആ 6 ദിക്കുകളെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വിശ്വപ്രപഞ്ചം മുഴുവൻ അതിനുള്ളിൽ ആകും എന്നാണ് അതിൻ്റെ ആ ഒരു താത്വികമായ ഭാവന. അപ്പോൾ വിശ്വഭാവം പൂണ്ട്, അത് വിരാട് പുരുഷഭാവം പൂണ്ട് വിരാജിക്കുന്ന ഷൺമുഖൻ്റെ കിരീടം, അതിൻ്റെ ശോഭ മൂല്യപ്രഭയാണ് പ്രതീകവൽക്കരിക്കുന്നത്. ആ മൂല്യപ്രഭയെ വെല്ലാൻ 6 സൂര്യന്മാർ ഒന്നിച്ചുയർന്ന് പ്രശോഭിച്ചാലും സാധ്യമല്ല. പ്രപഞ്ച സൂര്യന്മാർക്ക് ഉദയാസ്തമനങ്ങളുണ്ട്. എന്നാൽ ജ്ഞാന സൂര്യന് ഉദയമോ അസ്തമയമോ ഇല്ല. മാർത്താണ്ഡപുത്രനുടെ കൂർത്തായ സായകം എതിർത്തായി വരുന്ന സമയേ മാർ താഴെ വെച്ചുടനമർത്ത് ആർത്തി തീർപ്പതിന് കാൽത്താമരയ്ക്കു നമനം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അവസാന പകുതിയിൽ ഉത്തരാർദ്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാർത്താണ്ഡപുത്രൻ യമദേവനാണ്. മൃതമായ ബ്രഹ്മാണ്ടത്തെ ജീവിപ്പിക്കുന്നവനാണ് മാർത്താണ്ഡൻ. അങ്ങനെയുള്ള മാർത്താണ്ഡപുത്രൻ്റെ കൂർത്തുമൂർത്ത സായകം, അതായത് മരണാസ്ത്രം, അത് ഒരേ സമയം മരണാസ്ത്രമായിരിക്കുമ്പോൾ തന്നെ അത് സൃഷ്ടിന്മുഖ സംഹാരാസ്ത്രം കൂടിയാണ്. മൃതപ്രായമായ ദേഹത്തിൽ മാർത്താണ്ഡസായകം പതിക്കുന്നതോടെ ആ ദേഹം പുതിയ ദേഹപ്രാപ്തിക്ക് വഴിമാറിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുട്ടയുടെ മരണം പക്ഷിക്കുഞ്ഞിൻ്റെ ജനനത്തിലാണല്ലോ കലാശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉദാഹരണം ഗുരു സൃഷ്ടിന്മുഖ സംഹാര ധർമ്മ പ്രക്രിയയെപ്പറ്റി വിശദീകരിക്കുന്ന പല ശ്ലോകഭാഗങ്ങളിലും ആവർത്തിച്ചിട്ടുള്ള ഒരു ഉദാഹരണം കൂടിയാണ്. മാർത്താണ്ഡപുത്രൻ്റെ കൂർത്തുമൂർത്ത മരണാസ്ത്രത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി കാർത്യായനീപുത്രൻ്റെ കാൽത്താമരയ്ക്ക് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന ഭക്തിസാധന നിരുപാധിക ജ്ഞാനഭക്തിയുടെ പരമകോടിയിലെത്തിയ
ജ്ഞാനികൾക്ക് മാത്രം സാധ്യമായ വിദ്യയാണ്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നീ 6 ദശാസന്ധികൾ വാഴ്വിൻ്റെ നിയന്ത്രിത ക്രമമാകുന്നു എന്നുള്ള സത്യം സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ സൃഷ്ടിന്മുഖ സംഹാരധർമ്മ പ്രക്രിയയെ ശിവൻ്റെ ആ ശൈവ തത്വപ്രക്രിയയായി, അതിൻ്റെ ആ താത്വികമായ സർവസ്വവുമായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ശിവൻ്റെ പ്രതിപുരുഷഭാവം പകർന്നാടുന്ന ഷൺമുഖൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം നടത്താനല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുക? ഇക്കാര്യമാണ് ഗുരു ഈ ശ്ലോകത്തിൽ സമർത്ഥിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.